കമ്പനിയില് ഇന്ന് നമുക്കറിയാം 800-ൽ പരം ഉൽപ്പന്നങ്ങൾ പല കാറ്റഗറിയിലായിട്ട് നമുക്കുണ്ട്. ഏകദേശം നമുക്കറിയാം ഇന്ന് ഈ ഉൽപ്പന്നങ്ങളെല്ലാം വീടുകളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു സൂപ്പർ മാർക്കറ്റിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്ന് മോദികെയർ എന്ന് പറയുന്ന കമ്പനിയിലുണ്ട്. ഓക്കെ, ഈ ഉൽപ്പന്നങ്ങൾ ഇതിലൂടെ എങ്ങനെയാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നുള്ളത് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് പരിചയപ്പെട്ടു. എന്താണ്? ഇടനിലക്കാരെയും പരസ്യ കമ്പനികളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കമ്പനി നമുക്ക് നേരിട്ട് തരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്? വിലക്കുറവിൽ കിട്ടണം, നല്ല ക്വാളിറ്റിയിൽ കിട്ടണം, മറ്റുള്ള ബെനിഫിറ്റുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നോർമലി നമ്മൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ₹1 കുറച്ച് കിട്ടാറുണ്ടോ? ഞങ്ങൾക്ക് വില കൊടുത്തിട്ടല്ലേ നമ്മളെല്ലാവരും മേടിക്കാം, ആണോ ഇല്ലയോ? ഇന്ന് വരെ നമ്മൾ അങ്ങനെയല്ലേ മേടിച്ചിട്ടുള്ളത്? നമുക്ക് ₹1 കുറച്ച് കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും കുറച്ച് തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല. ഇവിടെയാണ് ഈ ഒരു 6 ബെനിഫിറ്റുകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മറ്റേതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾക്കത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. നമ്മൾ മറ്റൊരു ആൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്റർനാഷണൽ ക്വാളിറ്റി ഉൽപ്പന്നം നമുക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇന്റർനാഷണൽ ക്വാളിറ്റി ഉൽപ്പന്നം നമ്മളെ പോലെയുള്ള സാധാരണക്കാരന് വാങ്ങി ഉപയോഗിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല, അല്ലെ? തീർച്ചയായിട്ടും നമ്മളൊന്നും ചിന്തിക്കുന്ന പോലില്ല, കാര്യം കൈകൊള്ളുന്ന വിലയായിരിക്കും. എന്നാൽ ഇവിടെ ₹1 കോടി മേടിക്കുന്ന സുരേഖ ഭാർഗവ ഉപയോഗിക്കുന്ന സോപ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അവരുപയോഗിക്കുന്ന ചായപ്പൊടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. മറ്റൊരു ബെനിഫിറ്റ് എന്താണ്? 100% മണി ബാക്ക് ഗ്യാരണ്ടി. ഞാൻ ചോദിക്കട്ടെ, 100% മണി ബാക്ക് ഗ്യാരണ്ടി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. നിങ്ങൾ എന്ത് ഉൽപ്പന്നം വാങ്ങിയാലും അത് പൊട്ടിക്കാം, ഉപയോഗിക്കാം. ഉപയോഗിച്ചതിന് ശേഷം 25% പൊട്ടിച്ച് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിലൊരു സംതൃപ്തി, ഇഷ്ടം തോന്നില്ല. നിങ്ങളൊരു ചായപ്പൊടി വാങ്ങി പൊട്ടിച്ചു, നിങ്ങൾ നിങ്ങളുടെ കുടുംബവും ചായ ഇട്ട് കുടിച്ചു, നിങ്ങൾക്ക് അതിനൊരു സംതൃപ്തി തോന്നുന്നില്ലെങ്കിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് റീഫണ്ട് തരാനുള്ള ഗ്യാരണ്ടി എഴുതി സൈൻ ചെയ്തിട്ടുള്ള ഒരു ഉൽപ്പന്നവും ഞാൻ ദുബായിലും കണ്ടിട്ടില്ല, നാട്ടിലും കണ്ടിട്ടില്ല. എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയണം, പരിചയപ്പെടുത്തി കർണമ പ്രൊഡക്റ്റിനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. സുഹൃത്തുക്കളെ, ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആലോചിച്ചൊക്കെ, ഒരു കസ്റ്റമർ ഉൽപ്പന്നം വാങ്ങി അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചു കൊടുക്കാം. ഉപയോഗിച്ച് നോക്കിയാൽ ഇഷ്ടപ്പെട്ടില്ല, സാറ്റിസ്ഫൈഡ് അല്ല, തിരിച്ചു കൊടുക്കാം. ഒരു കസ്റ്റമറിന് പോലും ₹1 നഷ്ടസാധ്യത ഇല്ലാത്ത ഒരു ബിസിനസ് അവസരമാണ് മോദികെയർ എന്നുള്ളത് നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും. രണ്ടാമത്തെ എന്താണ്? അടുത്തെന്താണ്? നമുക്കറിയാം 30% വരെ ഡിസ്കൗണ്ട്. 30% വരെ ഡിസ്കൗണ്ട് ഇവിടെ ലഭിക്കുന്നു. ഒരു കച്ചവടം നടത്തുന്ന ഒരു ഷോപ്പുകാരൻ നമുക്കറിയാം, ഒരു ഉൽപ്പന്നം എടുത്ത് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒരു 20%-ഓ 30%-ഓ ഡിസ്കൗണ്ടിലാണ് അവരെടുക്കുന്നത്. മനസ്സിലാക്കുക, അതിലാണ് അവരുടെ ശമ്പളവും വാടകയും മറ്റും എല്ലാം പോകേണ്ടത്. ഇത് നേരിട്ട് കസ്റ്റമറിന് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനിയാണ് മോദികെയർ എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കുക, 30% വരെ ഡിസ്കൗണ്ട് കസ്റ്റമറിന് ഡയറക്റ്റ് തരുന്ന ഒരു കമ്പനിയാണ് മോദികെയർ കമ്പനി. 10% ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നു. ലോയൽറ്റി ബെനിഫിറ്റ്, എല്ലാ മാസവും പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് ഈ 10% ഫ്രീ പ്രൊഡക്റ്റ് അതാത് മാസം നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ലോയൽറ്റി ബെനിഫിറ്റ്. എന്താണ് ലോയൽറ്റി ബെനിഫിറ്റ്? ഇവിടെ ലോയൽറ്റി കിട്ടിയ എത്ര പേരുണ്ട്? ലോയൽറ്റി പ്ലസ് കിട്ടിയത് എത്ര പേരുണ്ട്? ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെ കണ്ടോ, ഇവരെല്ലാവർക്കും കിട്ടിയതാണ്. എന്താണ്? എല്ലാ 6 മാസം കൂടുമ്പോൾ നിങ്ങൾ വാങ്ങിയ ഉൽപ്പന്നങ്ങൾ അത്രയും സൗജന്യമായിട്ട് തരുന്ന ഒരു കമ്പനി മോദികെയർ കമ്പനിയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ വാങ്ങിയ ആവറേജ് ഏത് കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടും? വീട്ടിലേക്ക് മേടിച്ച മുളകുപൊടി, മല്ലിപ്പൊടി, ചായപ്പൊടി, സോപ്പ്, പേസ്റ്റ് എല്ലാ 6 മാസം കൂടുമ്പോഴും നമുക്കൊരു 5000 സാധനം, അല്ലെങ്കിൽ 3000 സാധനം, അല്ലെങ്കിൽ 1200 സാധനം നമ്മൾ വീട്ടിലേക്ക് വാങ്ങി ആ സാധനം 6 മാസം കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റേതൊരു കമ്പനി ഉണ്ട് നമുക്ക് മാർക്കറ്റിൽ? ഏതെങ്കിലും കമ്പനി ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എനിക്ക് വലിച്ചു പിടിച്ചില്ല. ഒരു കമ്പനി മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ 7% മുതൽ, അതുപോലെ തന്നെ ലോയൽറ്റി പ്ലസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 13ാമത്തെ മാസം അതിന്റെ ഇരട്ടി. ഞാനിപ്പോ എന്റെ എക്സ്പീരിയൻസ് പറയാം. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ 5000-നും അല്ലെങ്കിൽ 6000-നും 7000-നും ഒക്കെ വാങ്ങുന്നുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന 12ാമത്തെ മാസം എത്തിയപ്പോൾ അതിന്റെ ഇരട്ടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആവറേജ് നമുക്ക് ആദ്യ മാസം ഞാൻ 6 മാസം കൂടിയപ്പോൾ 5000 ഉൽപ്പന്നം കിട്ടിയെങ്കിൽ 13ാമത്തെ മാസം 10000 ഉൽപ്പന്നമാണ് സുഹൃത്തുക്കളെ. സൗജന്യമായിട്ട് ഷോപ്പിലേക്ക് കയറുക, ഒരു ബക്കറ്റ് കൊണ്ട് കയറുക, ആവശ്യമുള്ളത് ബാക്കിയിടുക, വരിക, ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. എവിടെ കിട്ടുന്നത്? എവിടെയും നമുക്ക് കിട്ടില്ല. ഒരു കമ്പനിയുടെ സാധനം നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. 7% മുതൽ 16% വരെ സബ്സിഡി കിട്ടുന്നു. എവിടെ കിട്ടും? നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ? സ്വന്തം വീട്ടിലേക്ക് മുളകുപൊടി, മല്ലിപ്പൊടി, ചായപ്പൊടി, സോപ്പും മേടിച്ചപ്പോ വീട്ടിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും വീട്ടിൽ ഇന്ന് വരെ മേടിച്ചിട്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് ഒരു സബ്സിഡി എന്ന് വെച്ചാൽ ഈ ഒരു സബ്സിഡിയെ പറ്റി പറയുമ്പോൾ നമ്മള് നേരത്തേക്ക് ഗ്യാസ് മേടിക്കുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഒരു സബ്സിഡി വരില്ലായിരുന്നോ? ഈ മാസം മേടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഒരു സബ്സിഡി. അതേപോലെ എല്ലാ മാസവും 9ാം തീയതി ആകുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് സ്വന്തം വീട്ടിലേക്ക് ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ സബ്സിഡി കിട്ടുന്നു. നമുക്കൊരു ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിപ്പോ ഈ പറഞ്ഞ ഓഫറുകൾ പുതിയതായിട്ട് വന്നവർക്ക് പെട്ടെന്ന് തട്ടത്തില്ല, പക്ഷെ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി രൂപ കാൽക്കുലേഷൻ ഒന്ന് പറയാം.
ഇവിടെ നമ്മളൊരു 6480 രൂപയുടെ ഉൽപ്പന്നം മേടിക്കുന്ന ഒരു ഉപഭോക്താവാണെങ്കിൽ നമുക്കിവിടെ 5400 രൂപ കൊടുത്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്നാണ് നിങ്ങൾ 6480 രൂപ കൊടുക്കണമെങ്കിൽ അവിടെ അത് തന്നെ കൊടുക്കണം. അവിടെ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കില്ല. എന്നാൽ ഇവിടെ 5400 രൂപ കൊടുത്താൽ മതി എന്നുള്ളതാണ്. എന്നാൽ എന്തൊക്കെയാണ് 1800 രൂപ സേവിംഗ് ആയിട്ട് നമുക്ക് 20% ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. 10% ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുന്നു. സബ്സിഡി ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് 189 രൂപ ലഭിക്കുന്നു. ലോയൽറ്റി ബെനിഫിറ്റ് 1080 രൂപ നമുക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ നോക്കുക, 5400 രൂപ മുടക്കിയ ഒരു സ്ഥലത്ത് നിന്ന് 2949 രൂപ ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ലോയൽറ്റി ബെനിഫിറ്റ് നമ്മളിവിടെ പറഞ്ഞു. ഒരു 6 മാസം കൂടുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഇതാണ് അതിന്റെ ഒരു ചാർട്ട്. നിങ്ങളൊരു 7000 രൂപയുടെ ഉൽപ്പന്നമാണ് വാങ്ങുന്നതെങ്കിൽ 7000 രൂപയുടെ ഉൽപ്പന്നം സൗജന്യമായിട്ട് കിട്ടുന്നു. 14 മാസം 14000 രൂപയുടെ ഉൽപ്പന്നം കിട്ടുന്നു. ടോട്ടൽ 21000 രൂപയുടെ ഉൽപ്പന്നം കമ്പനി സൗജന്യമായിട്ട് തരാൻ തയ്യാറാണ്. അപ്പൊ പുതിയതായിട്ട് വരുന്നത് ചിലപ്പോൾ വിചാരിക്കും ഈ 7000 രൂപ സാധനം മേടിക്കേണ്ടി വരുമെന്ന്. ഇല്ല സുഹൃത്തുക്കളെ, 1800 മേടിച്ചാലും വരും. 1800 മേടിച്ചാലും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റിനെ പറ്റിയാണ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ നമുക്കറിയാം മോദിക്കര അവസരങ്ങൾ പരിചയപ്പെടുമ്പോ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുള്ളത് സാധനങ്ങൾ കൊണ്ടുനടന്ന് വിൽക്കണ്ടേ, അല്ലെ? കൊണ്ടുനടന്ന് വിൽക്കണ്ടേ, പരിചയപ്പെടുത്തണ്ടേ, ഇങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ശരിയായിരുന്നു. 1996 ഈ പറയുന്ന ടെക്നോളജി ഒന്നും ഇല്ലാത്ത സമയത്ത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് സ്വന്തം ഉപയോഗിച്ച ഈ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കൊണ്ടുപോയി പരിചയപ്പെടുത്തിയിട്ട് തന്നെയാണ് ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ 2 സാധ്യത ഉപയോഗപ്പെടുത്താം. ഒന്ന്, നേരിട്ട് കൊണ്ട് പരിചയപ്പെടുത്താം. 2, എന്താണ്, ഓൺലൈനായിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യാം. എന്റെ വീട്ടിൽ ഉപയോഗിച്ച ഈ എക്സ്പീരിയൻസ് എന്റെ സുഹൃത്തിന്റെ അടുത്തും എന്റെ ബന്ധുക്കൾക്കും ഞാൻ ഫോൺ വഴി പറഞ്ഞു കൊടുക്കുകയും ഈ പറയുന്ന മൈ മോദിക്കർ എന്ന് പറയുന്ന ഈ ആപ്പ് ജസ്റ്റ് നമുക്കൊരു സ്വന്തം ഒരു ഷോപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. മോദിക്കർ ഒരു ഐഡിയ എടുത്തൊരു വ്യക്തിക്ക് അറിയാത്തവർക്ക് പറയുകയാണ്, നമുക്ക് സ്വന്തമായ ഒരു ഓൺലൈൻ ഷോപ്പ് ലഭിക്കുന്നുണ്ട്. ഈ ഷോപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവർക്ക് എന്റെ ഷോപ്പിൽ ഇന്ന സാധനങ്ങളുണ്ട്, നിങ്ങൾ അത് പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അത് അവര് പർച്ചേസ് ചെയ്യുമ്പോൾ സാധനം കമ്പനി തന്നെ എത്തിച്ചു കൊടുത്തോളൂ. അവിടെ നടന്ന സെയിലിന്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ബ്യൂട്ടിഫുൾ അല്ലേ? ബ്യൂട്ടിഫുൾ അല്ലേ? ടെക്നോളജി മാറി. കാലഘട്ടത്തിനനുസരിച്ച് മോദിക്കർ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഏതൊരു ബിസിനസ്സും നമുക്കറിയാം കാലഘട്ടത്തിനനുസരിച്ച് മാറിയില്ല എന്നുണ്ടെങ്കിൽ അത് പിന്തള്ളപ്പെടും. നമുക്കറിയാം മോദിക്കർ ഒരു ചെവിട് മുന്നിലാണ്. ഒരു ചെവിടെന്ന് പറയാൻ പറ്റില്ല, 10 ചെവിട് മുന്നിലാണെന്നേ പറയാകത്തുള്ളൂ. ഞാൻ ദുബായിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു ടെക്നോളജിയുടെ സഹായത്തോടുകൂടി മാത്രമാണ് സുഹൃത്തുക്കളെ കാർപ്പൻ ടച്ച് ചെയ്തു, കാർ എടുത്തു. അതുപോലെ തന്നെ ഡയമണ്ട് ഡയറക്ടർ ഇന്ത്യക്ക് വെളിയിലിരുന്നുകൊണ്ട് ആദ്യത്തെ ഡയമണ്ട് ഡയറക്ടർ പറയുന്ന ടൈറ്റിൽ അച്ചീവ് ചെയ്തു. ഇന്ത്യക്ക് വെളിയിലിരുന്നുകൊണ്ട് നമുക്കറിയാം ആരും ചെയ്തിട്ടില്ല അല്ലെ, ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലായിരുന്നു, ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം 14 ലക്ഷം രൂപയുടെ ടാറ്റ നിക്സോൺ എന്ന് പറയുന്ന കാറും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ വരുമാനം നേടിക്കൊണ്ട് നാട്ടിലെത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഇത് ഷെയറിംഗ് വരുമ്പോൾ കിട്ടുന്നതാണ്. സ്പോൺസറിംഗ് വരുമ്പോൾ കിട്ടുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ഇനി നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈലുകൾ, ടൂർ പോകണം, കാർ എടുക്കണം, വീട് മേടിക്കണം. സുഹൃത്തുക്കളെ, ഇതിൽ മേടിച്ചവരെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, നേരിട്ട് തന്നെ പരിചയപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കിട്ടിയവർ ഇവിടെ ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ടൈറ്റിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഒരു 2500 മുതൽ 15,000 മുകളിൽ വരുമാനം സ്വന്തമാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ. 72ാമത്തെ ദിവസം ഇന്ത്യക്ക് വെളിയിലിരുന്നുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ആരും തന്നെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു, കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ 72ാമത്തെ ദിവസം ഡയറക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ അച്ചീവ് ചെയ്തു. 13,000 രൂപ